ഹലോ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാനാണ്. ഗെറ്റ് റെഡി വിത്ത് മീക്കകത്ത് ഉൾപ്പെടുത്തുന്ന പ്രോഡക്ട്സ് ഇതൊക്കെയാണ് കേട്ടോ. പൊട്ട്, ലിപ് ബാം, പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ മാമാർത്തിൻ്റെ കൊക്കോ സോഫ്റ്റ് ഫേസ് ക്രീമാണ് വിത്ത് കൊക്കോ മിൽക്ക് ആൻഡ് ടർമറിക്കിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിട്ട് കൊടുക്കാം. മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് ബയോട്ടിക്കിൻ്റെ ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക. ഇതിട്ടിട്ട് ഇപ്പോൾ തീരാറായി. ഇച്ചിരി ഉള്ളിൻ്റെ പരുവം കണ്ടോ. എനിക്കിപ്പോൾ കുറേ സൺസ്ക്രീൻ ഉണ്ട്. പോൺസിൻ്റെ ഉണ്ട്, പോൺസിൻ്റെ, പിന്നെ ഈ ബയോട്ടിക്കിൻ്റെ, മാമാർത്തിൻ്റെ, അങ്ങനെയുള്ള കുറച്ച് സൺസ്ക്രീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ബയോട്ടിക്കിൻ്റെ അഡ്വാൻസ് ആയുർവേദിക്കിൻ്റെ ഒരു സൺ ഷെൽട്ടർ ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇത് SPF 15++ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതൊരു മാറ്റ് ലുക്കാണ് കേട്ടോ. ഭയങ്കര ഓയിലി അല്ല. നമുക്കിടുമ്പോൾ ആ ഒരു എന്താ പറയുക, ഓയിലിനെസ് തോന്നത്തില്ല. ഇട്ടതായിട്ടേ തോന്നത്തില്ല കേട്ടോ. നമ്മൾ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഇട്ട് കൊടുത്തു. നമുക്ക് അടുത്തതായിട്ട് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ആ ഫൗണ്ടേഷൻ ഫുള്ളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഫൗണ്ടേഷൻ ഫുള്ള് ഒന്ന് ഇട്ട് കൊടുത്തിട്ടോ. ഇനി നമുക്ക് അടുത്തത് എൻചാൻഡറിൻ്റെ ഒരു പെർഫ്യൂം ടാൽക്കം പൗഡറാണ്. നമുക്കിതിട്ട് കൊടുക്കാം. പഫ് വെച്ച് നമുക്ക് നമ്മൾ പൗഡർ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടോ. നമുക്ക് അടുത്തായിട്ട് ഒരു ലിപ് ബട്ടറിൻ്റെ ഈ ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കാം. ലിപ് ബാം ഇട്ടുകൊണ്ടിരിക്കുന്നതിടെ ലിപ് ബാം താഴെപ്പോയി. അപ്പം ഞാനതെടുത്തു. ലിപ് ബാം ഇതൊരു ലിപ് ബട്ടറിൻ്റെ ഒരു ലിപ് ബാം കേട്ടോ. ബട്ടർ നമ്മൾ അടുത്തായിട്ട് എടുത്തിട്ടുള്ളത് ഡാസ്ലറിൻ്റെ ഒരു ഐലൈനറാണ്. അപ്പം നമുക്കിത് താഴെ മുകളിൽ എഴുതി കൊടുക്കാം. അപ്പം നമ്മൾ ഐലൈനർ എഴുതി കൊടുത്തു. ഇങ്ങനെയുണ്ട്. അടുത്ത് ഇനി നമുക്ക് ഒരു മസ്കാര എഴുതാം കേട്ടോ. ഇത് സ്റ്റുഡിയോൻ്റെ ഒരു ഓവിയമാൻ റെൻസിൻ്റെ ഒരു മസ്കാരയാണ്. നമുക്ക് എഴുതി കൊടുക്കാം. എഴുതാനോ അല്ല, ഇട്ടോളൂ.
മാക്സിമം ഞാൻ വാങ്ങിക്കും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാം. ഇതും സുബിയുടെ ഒരു ഇത് ബബിൾക്കം ലിപ് ബാം കേട്ടോ. നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ ഒരു ഹൈപ്പർ സ്റ്റേ വൈറ്റ്ലെസ് ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ജിഞ്ചർ ബ്രൗൺ ആണ് കേട്ടോ. നമുക്കിത് ഇട്ട് കൊടുക്കാം. നമ്മൾ ജിഞ്ചർ ബ്രൗൺ കളർ ലിപ്സ്റ്റിക്ക് ഇട്ടു. ഇനി അടുത്ത നമുക്ക് മെബ്ലൈൻ്റെ ന്യൂയോർക്ക് ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് പ്ലം പെർഫെക്ഷൻ അങ്ങനെ എന്തോ ക്രീമിനേറ്റ്സിൻ്റെ പ്ലമ്മിൻ്റെ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് തേൻ ഉണങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ മണ്ടയ്ക്ക് ഇത് ഇട്ട് കൊടുക്കണം. എന്നാലും ഒരു നല്ല കളർ വരത്തുള്ളൂ. ഇഷ്ടപ്പെട്ടു. ഞാൻ ബ്ലഷ് ഐ ഷാഡോ ഒന്നും ഇടാറില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ കണ്ണിൻ്റെ മുകളിൽ ഇച്ചിരി കിട്ടും ഇച്ചിരി സവന്നിരിക്കട്ടെ. ബ്ലെൻഡർ എടുക്കാം. ഓക്കെ, നമുക്ക് പൊട്ട് നമ്മൾ തൊട്ട് കൊടുക്കാം. ഇത് എക്സലവിൻ്റെ ഒരു പൊട്ടാണ്. ചെറിയ പൊട്ടാണ്. ഇതിലും ചെറിയ പൊട്ട് കിട്ടത്തില്ല. കാണാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടോടാ? ഉണ്ടോ? പൊട്ട് കാണുന്നുണ്ടോ? നമുക്ക് ഹെയർ കോംബ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹെയർ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു മുത്തിൻ്റെ കമ്മലാണ്. പിന്നെ ചെയിന്, വള, മാല, പിന്നെ ഒഴിച്ചു. പിന്നെ ഡ്രസ്സ് ഇതല്ല കേട്ടോ. ഒരു പിങ്ക് കളർ ഡ്രസ്സാണ്. അതിന് പിങ്ക് ഇതാണ് വെച്ചത്. ഇത് ബോറാണോ എനിക്കറിയത്തില്ല. എനിക്ക് പക്ഷേ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നു പ്രാവശ്യം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് എൻ്റെ ഒരു പെർഫ്യൂം കൂടെ അടിച്ചു കൊടുക്കട്ടോ.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് അസ് കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ബൈ.